ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് ലിനക്സിൻ്റെ കേണൽ വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. കേണൽ വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ KVM എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത് ഇതിന് കോമൺ ആയിട്ട്. അപ്പം ഈ KVM എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ട് ലിനക്സിൻ്റെ കേണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യത്തെ 1-2 സ്ലൈഡ്സിൽ നോക്കി മനസ്സിലാക്കാം. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്, KVM, QEMU, പിന്നെ ഹൈപ്പർവൈസർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കായിട്ട് ഇത് ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ ഫണ്ടമെൻ്റലായിട്ടാണ് ഞാൻ ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു സെഷനിൽ ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട്, അത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് വിവരിച്ച് തരുന്നത്. ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൻ്റെ കാര്യം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസ് എടുക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഏറ്റവും ബേസിക്കായിട്ട് ഫണ്ടമെൻ്റലി ഏറ്റവും ബോട്ടം ആയിട്ടിരിക്കുന്ന സംഭവം എന്താണ്? നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണ് അല്ലേ. അപ്പോൾ ആ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ CPU വരും, പിന്നെ മെമ്മറി വരും, സ്റ്റോറേജ് വരും, നെറ്റ്വർക്ക് വരും. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ യൂസർ സ്പേസ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെബ് ബ്രൗസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ID എഡിറ്റേഴ്സും നമ്മുടെ ടെർമിനൽ സോഫ്റ്റ്വെയർസും അപ്പോൾ ഇങ്ങനത്തെ മറ്റെല്ലാ കാര്യങ്ങളും വരുന്നത് നമ്മുടെ യൂസർ സ്പേസിലാണ്. അപ്പോൾ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യൂസർ സ്പേസിലുള്ള ആപ്ലിക്കേഷന് ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല പ്രോബ്ലംസിനും വഴിയൊരുക്കും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിലും അതിനുള്ള കെപ്പബിലിറ്റി യൂസർ സ്പേസിലെ ആപ്ലിക്കേഷൻസിനില്ല, ഡയറക്റ്റായിട്ട് ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് അതിന് ഇടയ്ക്കൊരു ലെയർ ഉള്ളത്, അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കേണൽ എന്ന് പറഞ്ഞൊരു ലെയർ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേണലിനെ നമ്മൾ എൻ്റയർ സിസ്റ്റത്തിൻ്റെ ഒരു ബോസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ കേണൽ മാനേജ് ചെയ്യുന്നത് 4 ഡിഫറെൻറ്റ് തിങ്സാണ് മാനേജ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, പിന്നെ CPU, പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, പിന്നെ സിസ്റ്റം കോൾസ്. ഇങ്ങനെ ബേസിക്കലി 4 കാര്യങ്ങളാണ് ഏറ്റവും എസെൻഷ്യലായിട്ട് നമ്മുടെ കേണൽ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രൗസർ, നമ്മുടെ ക്രോം ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനോന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ അത് ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നത് കേണലിനെ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഒരു മീഡിയ പ്ലെയർ അല്ലെങ്കിൽ VLC പ്ലെയർ നിങ്ങളുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ VLC പ്ലെയറിന് ഒരു ഫയൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ കേണലായിരിക്കും. അപ്പോൾ ഈ കേണൽ എസെൻഷ്യലി നമ്മുടെ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിനെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഗേറ്റ് കീപ്പറായിട്ടാണ് ഇത് ആക്ച്വലി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് കേണലിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗേറ്റ് കീപ്പറായിട്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗേറ്റ് കീപ്പറായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാം അതുവഴി മാത്രമേ കടന്നു പോകാവൂ. അതായത് സിസ്റ്റം കോൾസ്, യൂസർ സ്പേസിൽ നിൽക്കുന്ന ആപ്ലിക്കേഷൻസിന് ഹാർഡ്വെയർ യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ എല്ലാം ഈ കേണൽ വഴി മാത്രമേ കടത്തി വിടുകയുള്ളൂ. അപ്പം അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗേറ്റ് കീപ്പറിനെ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഒരു 2 കമ്പാരിസൺ നോക്കാം. അതായത് കേണൽ സ്പേസും യൂസർ സ്പേസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം, എന്തിനാണ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കേണൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി സോണിലാണ് റൺ ചെയ്യുന്നത്. അതിനെയാണ് കേണൽ സ്പേസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം സെപ്പറേറ്റ് ഒരു സ്പേസിലാണ് റൺ ചെയ്യുന്നത്. അതിനാണ് യൂസർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്സ് കേണൽ സ്പേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് യൂസർ സ്പേസിലുള്ള ആപ്ലിക്കേഷൻസ് കേണൽ സ്പേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം കോൾസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കോൾസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെക്യൂരിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള സിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കും ഇങ്ങനെയൊരു സെപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് വേറൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം കേണലിൻ്റെ. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേണലുണ്ട്. മോണോലിത്തിക് കേണലുണ്ട്, മൈക്രോ കേണലുണ്ട്. അപ്പോൾ ഈ മോണോലിത്തിക്കിൻ്റെയും മൈക്രോ കേണലും മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന്. ഇപ്പോൾ ലിനക്സ് യൂസ് ചെയ്യുന്നത് മോണോലിത്തിക് കേണലാണ്. അപ്പോൾ ഈ മോണോലിത്തിക് കേണലിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരു പാക്കേജിനകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കേണൽ ഒറ്റ സ്പേസിനകത്ത് കണ്ടില്ലേ, ഇവിടെ മെമ്മറി, ഡ്രൈവേഴ്സ്, ഫയൽ സിസ്റ്റം, നെറ്റ്വർക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് പോലെ ആക്കിയിട്ട് അത് ആ ഒരു ഒറ്റ കേണൽ സ്പേസിനകത്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിനക്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മോണോലിത്തിക് കേണലാണ്.
പിന്നീടുള്ള രണ്ടാമത്തെ ടൈപ്പാണ് മൈക്രോ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൈക്രോ കേണലിൽ വളരെ എസെൻഷ്യലായിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേണൽ സ്പേസിൽ വെച്ചിട്ട് ബാക്കി അതെല്ലാം മൊഡ്യൂൾസായിട്ട് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം യൂസർ സ്പേസിലാണ് പോകുന്നത്. അതാണ് മൈക്രോ കേണലിൻ്റെ ആർക്കിടെക്ചറിൽ വരുന്നത്. ഇപ്പോൾ ലിനക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ മോണോലിത്തിക് കേണൽ ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. കാരണം അതാണ് ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ള മെത്തേഡ്. ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്സസ് ചെയ്യാനായിട്ട് യൂസർ സ്പേസും കേണൽ സ്പേസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരില്ല ഓരോ തവണയും. അപ്പോൾ സ്വിച്ചിങ് കുറവായതുകൊണ്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും മോണോലിത്തിക് കേണൽ ആർക്കിടെക്ചറിൽ. ഇനി നമുക്ക് വിർച്വലൈസേഷൻ എന്താണെന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ മെഷീനുണ്ട്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ്, പവർഫുൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ വേറൊരു ഡെഡിക്കേറ്റഡ് സെർവർ ആവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ മെഷീൻ നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റൺ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒരു ലിനക്സിൻ്റെ ഒരു ഫ്ലേവർ റൺ ചെയ്യണം, നിങ്ങൾക്ക് ഒരു വിൻഡോസ് സെർവർ റൺ ചെയ്യണം, പിന്നെ ഏതെങ്കിലും മറ്റൊരു OS റൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ OS നിങ്ങൾക്ക് ഉള്ള ഒരു ഒറ്റ ഹാർഡ്വെയറിൻ്റെ പുറത്ത് റൺ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നിങ്ങൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി. അതായത് ഒറ്റ ഫിസിക്കൽ മെഷീനും മൾട്ടിപ്പിൾ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും. ഓക്കെ, അപ്പോൾ ഇതാണ് വിർച്വലൈസേഷൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ്, ഇതിനെ വിർച്വൽ മെഷീൻസ്, ഓക്കെ, ഓരോ വിർച്വൽ മെഷീനിലാണ് ഈ പറഞ്ഞ ഓരോ OS റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസിനെ ആരാണ് ആക്ച്വലി മാനേജ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇവിടെ ഈ സ്ലൈഡിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി അതാണ് ഹൈപ്പർവൈസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഈ വിർച്വൽ മെഷീനും ആരാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതിന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർവൈസറിനെ നമുക്കൊരു അൾട്ടിമേറ്റ് മാനേജറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹൈപ്പർവൈസർ എപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഹാർഡ്വെയറിനും ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ മെഷീൻസിനും ഇടയ്ക്കാണ് ഹൈപ്പർവൈസറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഈ ഹൈപ്പർവൈസറാണ് CPU, RAM, പിന്നെ അതുപോലെ സ്റ്റോറേജ്, പിന്നെ നെറ്റ്വർക്ക്, ഇതെല്ലാം നമ്മുടെ വിർച്വൽ മെഷീൻസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതനുസരിച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹൈപ്പർവൈസർ തന്നെ ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. അപ്പോൾ ടൈപ്പ് 1ൽ ഈ ഹൈപ്പർവൈസർ എപ്പോഴും ഡയറക്റ്റ്ലി ഒരു ഫിസിക്കൽ ഹാർഡ്വെയറിൻ്റെ പുറത്തായിരിക്കും ഡയറക്റ്റ്ലി റൺ ചെയ്യുന്നത്. ടൈപ്പ് 2, അപ്പോൾ ഇങ്ങനെ ടൈപ്പ് 1 ആണ് നമ്മൾ യൂഷ്വലി ഡേറ്റാ സെൻറ്റേഴ്സിലൊക്കെ കാണുന്നത്. അപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിലേക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഫിസിക്കൽ സെർവേഴ്സിൻ്റെ പുറത്ത് നമ്മൾ ആദ്യം ഡയറക്റ്റ്ലി അങ്ങ് ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നീട് അതിൻ്റെ പുറത്താണ് വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈപ്പർവൈസേഴ്സ് ആ ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഫോർ എക്സാമ്പിൾ വിൻഡോസ് ഉണ്ട്, അല്ലെങ്കിൽ ലിനക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നീടാണ് അതിൻ്റെ പുറത്ത് അത് വെച്ചിട്ട് നമ്മൾ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഹാർഡ്വെയർ വരും, പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾറെഡി കാണും, അതിൻ്റെയും പുറത്താണ് മുകളിലാണ് ഹൈപ്പർവൈസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പിനാണ് നമ്മൾ ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ടൈപ്പ് 1 കണ്ടില്ലേ ഇവിടെ, ടൈപ്പ് 1 ഹൈപ്പർവൈസർ ഡയറക്റ്റ്ലി ഈ ഒരു ഫിസിക്കൽ ഹാർഡ്വെയറിൻ്റെ പുറത്തായിരിക്കും റൺ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നും കാണില്ല. അപ്പം ഇത് അതുകൊണ്ട് തന്നെ വളരെയധികം ഫാസ്റ്റർ ആയിരിക്കും ടൈപ്പ് 1. ഡയറക്റ്റ്ലി അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും വരാതെ ഡയറക്റ്റ്ലി ഇതിൻ്റെ പുറത്താണ് റൺ ചെയ്യുന്നത് ഫിസിക്കൽ ഹാർഡ്വെയറിൽ. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് VMwareൻ്റെ ESXi, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ Hyper-V, പിന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന KVM, കേണൽ വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ ലിനക്സിൻ്റെ തനതായിട്ടുള്ള ഈ പറഞ്ഞ ഹൈപ്പർവൈസർ. അപ്പം ഇതാണ് ടൈപ്പ് 1 വരുന്നത്. ഇനി ടൈപ്പ് 2 ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫിസിക്കൽ മെഷീൻ ഹാർഡ്വെയറിൻ്റെ പുറത്ത് ആദ്യം ഒരു ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് ഉണ്ടാവും. അതിൻ്റെ പുറത്താണ് നമ്മൾ ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ അത് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് വിർച്വൽ മെഷീൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് വിർച്വൽ ബോക്സ്, VMware, പിന്നെ VMware വർക്ക് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള ഹൈപ്പർവൈസേഴ്സ്. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ യൂഷ്വലി ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ എന്തെങ്കിലും വിർച്വൽ മെഷീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നത് ഒന്നിൽ വിർച്വൽ ബോക്സോ VMware വർക്ക് സ്റ്റേഷനോ ഇതൊക്കെ ആയിരിക്കും. ടൈപ്പ് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടൈപ്പ് 1 ആയിരിക്കും എപ്പോഴും ഫാസ്റ്റർ. പിന്നെ ടൈപ്പ് 2 നമുക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മുടെ നോർമൽ യൂസ് കേസിനെല്ലാം ടൈപ്പ് 2 ആയിരിക്കും നമ്മൾ ആ ടൈപ്പ് ഓഫ് ഹൈപ്പർവൈസേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഹൈപ്പർവൈസേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ഷോയുടെ മെയിനായിട്ടുള്ള സ്റ്റാറിനെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. അതായത് KVM, അതാണ് കേണൽ ബേസ്ഡ് വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ
ഇതൊരു വിർച്വലൈസേഷൻ ടെക്നോളജിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ. ഇത് നമ്മുടെ ലിനക്സിൻ്റെ കേണലിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു വിർച്വലൈസേഷൻ ടെക്നോളജിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അഡീഷണൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇത് ലിനക്സിൻ്റെ കേണലിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ KVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2007 റിലീസായ ലിനക്സ് കേണൽ 2.6.20 മുതൽ ലിനക്സ് കേണലിൻ്റെ പാർട്ടായിട്ട് തന്നെ KVM വരുന്നുണ്ട്. നമുക്ക് വേറെ അഡീഷണൽ സോഫ്റ്റ്വെയർസ് ഒന്നും ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഈ ഒരു KVM അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ KVM ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ആർക്കിടെക്ചർ ഒന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് സ്ലൈഡിൽ. അപ്പോൾ ഈ KVM ലിനക്സിൻ്റെ കേണലിനെ തന്നെ ഒരു ടൈപ്പ് 1 ഹൈപ്പർവൈസറായിട്ട് മാറ്റും. അതായത് ഈ KVM എന്ന് പറഞ്ഞ ടെക്നോളജി ഞാൻ പറഞ്ഞു ലിനക്സിൻ്റെ കേണലുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ലിനക്സിൻ്റെ കേണലിനെ തന്നെ ഒരു ടൈപ്പ് 1 രീതിയിലുള്ള ഒരു ഹൈപ്പർവൈസറായിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ ഈ നടക്കുന്ന മാജിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഈ KVM 2 മൊഡ്യൂൾസ് ലിനക്സ് കേണലിൽ ആഡ് ചെയ്യും. അതായത് ഒന്ന് kvm.ko എന്ന് പറയുന്ന ഒരു മൊഡ്യൂള്, പിന്നീടൊന്ന് kvm-intel.ko അല്ലെങ്കിൽ kvm-amd.ko. അതായത് നിങ്ങളുടെ പ്രോസസ്സർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ പ്രോസസ്സർ ഇൻറ്റൽ ആണെങ്കിൽ ഈ പറഞ്ഞ ഇൻറ്റലിൻ്റെ .ko എന്ന് പറഞ്ഞ മൊഡ്യൂളായിരിക്കും, അല്ലെങ്കിൽ AMD ആണെങ്കിൽ amd.ko എന്ന് പറഞ്ഞ മൊഡ്യൂളായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി KVM 2 മൊഡ്യൂൾസ് ആഡ് ചെയ്യും. ഈ പറഞ്ഞ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മൊഡ്യൂൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ മൊഡ്യൂൾസ് ഒരു സ്പെഷ്യൽ ഫയലിനെ എക്സ്പോസ് ചെയ്യും. അതായത് /dev/kvm എന്ന് പറഞ്ഞൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫയലിനെ ഈ മൊഡ്യൂൾസ് എക്സ്പോസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഏത് പ്രോഗ്രാമിനും ഈ പറഞ്ഞ ഈ ഒരു സ്പെഷ്യൽ ഫയൽ യൂസ് ചെയ്തുകൊണ്ട് വിർച്വൽ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിന് ഈ പറഞ്ഞ സ്പെഷ്യൽ ഫയൽ ആക്സസ് ചെയ്തുകൊണ്ട് വിർച്വൽ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ എന്നിട്ട് കേണലാണ് പിന്നീട് മെമ്മറി, പിന്നെ CPU ഷെഡ്യൂളിങ്, പിന്നെ ഹാർഡ്വെയർ ആക്സസ്, ഈ പറഞ്ഞ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസിനുള്ള ഹാർഡ്വെയർ ആക്സസ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു QEMU എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പലർക്കും കൺഫ്യൂഷനാണ് ഈ ഒരു KVM പഠിക്കുന്നവർക്ക്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കി മനസ്സിലാക്കാം. ഈ QEMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് എമുലേറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്വിക്ക് എമുലേറ്റർ എന്നാണ് QEMUവിൻ്റെ ഫുൾ ഫോം വന്നിട്ട്. അപ്പോൾ ഈ QEMU നമുക്ക് കെമു എന്ന് പറയാൻ എളുപ്പത്തിന്. അപ്പോൾ കെമു ആസ് ഇറ്റ്സെൽഫ്, അപ്പോൾ അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ എമുലേറ്ററാണ്. അതിന് ഈ പറഞ്ഞ CPU, RAM, ബാക്കി നെറ്റ്വർക്ക് ഇതെല്ലാം എമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു സോഫ്റ്റ്വെയർ എമുലേറ്ററാണ്. ഓക്കെ, ആ സച്ച് കെമു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ അതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് എമുലേറ്ററാണ് കെമു മാത്രം എടുത്തു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ അത് സ്ലോ ആയിരിക്കും കമ്പാരേറ്റീവ്ലി. ഓക്കെ, കെമു മാത്രം ആയിട്ട് ആ ഒരു എമുലേറ്റർ സോഫ്റ്റ്വെയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ കെമു KVM-ഉമായിട്ട് ടീമപ്പ് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റെഡ് ഓഫ് ഈ എമുലേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് റിയൽ ആക്ച്വൽ ഹാർഡ്വെയർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ KVM-ഉമായിട്ട് ടീമപ്പ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എമുലേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ആക്ച്വൽ ഹാർഡ്വെയർ ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എമുലേഷൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വളരെയധികം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ഈ കെമുവും KVM-ഉം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ, ഇൻസ്റ്റെഡ് ഓഫ് കെമു ആസ് സച്ച് സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും. നെക്സ്റ്റ് സ്ലൈഡിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. അതായത് ഈ കെമു മാത്രം സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഈച്ച് ആൻഡ് എവറി സോഫ്റ്റ്വെയർ CPU ഇൻസ്ട്രക്ഷൻസ് വരുന്നതും നിങ്ങൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു എമുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് KVM-ഉമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നേറ്റീവായിട്ടുള്ള ഹാർഡ്വെയറിൽ അത് ആക്സസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ പറഞ്ഞ സോഫ്റ്റ്വെയർ എമുലേഷൻ ആവശ്യമായിട്ട് വരില്ല. ഡയറക്റ്റായിട്ട് ഹാർഡ്വെയർ ആക്സസ് കിട്ടുന്നത് കൊണ്ട് നേറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും CPU ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10 to 20 ടൈംസ് ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഈ കെമുവും KVM-ഉം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ്, അപ്പോൾ AWS ആയാലും ഗൂഗിൾ ക്ലൗഡ് ആയിരുന്നാലും എല്ലാം അണ്ടർ ദ ഹുഡിൽ അവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു കെമു പ്ലസ് KVM സെറ്റപ്പാണ് അവർ വിർച്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ KVM വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാർഡ്വെയർ
ആക്ച്വലി ഹാർഡ്വെയർ CPU വിർച്വലൈസേഷന് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലിപ്പം ഇൻ്റൽ ആണെങ്കിൽ ഇൻ്റലിൻ്റെ വിർച്വലൈസേഷൻ ടെക്നോളജി, അതായത് VTX, ഇപ്പോൾ AMD ആണെങ്കിൽ AMD-V എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങളുടെ സിസ്റ്റം ബേസിക്കലി നിങ്ങളുടെ ഹാർഡ്വെയർ സപ്പോർട്ടഡ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് -C സിംഗിൾ കോട്ട്സിനകത്ത് VMX പൈപ്പ് SVയും പിന്നെ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് /proc CPU info എന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 0 അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വാല്യൂ വരുവാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ്വെയർ വിർച്വലൈസേഷൻ സപ്പോർട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിർച്വൽ മെഷീൻസ് റൺ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് KVM നമ്മുടെ ഒരു ലിനക്സ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ കമാൻഡ്സ് ഒന്ന് നോക്കാം. നമ്മൾ പ്രാക്ടിക്കലി പിന്നീട് വരുന്ന സെഷൻസിൽ ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കമാൻഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പം എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊരു ഉബുണ്ടു മെഷീനിൽ എങ്ങനെ KVM ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉബുണ്ടുവിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ KVM ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള കമാൻഡാണ് sudo apt install. അത് കോമൺ ആയിട്ടുള്ള കമാൻഡാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് QEMU-KVM, പിന്നെ libvirt -daemon-system, പിന്നെ libvirt-clients, പിന്നീട് bridge -utils, പിന്നെ virt-manager. അപ്പോൾ ഇത്രയും ഈ ഒരു കമാൻഡാണ് KVM ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉബുണ്ടു മെഷീനിലാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് KVM ബേസിക് ആയിട്ടുള്ള പാക്കേജ്, പിന്നെ libvirt ആണ് നിങ്ങളുടെ VMs മാനേജ് ചെയ്യുന്നത്. പിന്നീട് വിർട്ട് മാനേജർ എന്ന് പറഞ്ഞ്, അതായത് അതൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആണ്, ലിബ്വിർട്ടിനോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വിർച്വൽ മെഷീൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബ്രിഡ്ജ് യൂട്ടിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് റിലേറ്റഡ് കമ്പോണൻസ് ആണ്, അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പം ഇവിടെ ഈ പറഞ്ഞ KVM ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ KVM പറയുമ്പോഴെല്ലാം മിക്കവാറും അതിൻ്റെ കൂടെ തന്നെ libvirt പറയും. അപ്പോൾ എന്താണ് ഈ libvirt നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ libvirt എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് APIയും ഡെമണും ആണ്. അത് KVMൻ്റെ മുകളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ libvirt ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വിർച്വൽ മെഷീനിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം libvirt വഴിയാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഈ libvirt വഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് libvirtuമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്നിൽ നമുക്ക് libvirtil ഡയറക്റ്റായിട്ട് കമാൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് കമാൻഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് തന്നെ ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ഒരു മാനേജറായിട്ടുണ്ട്, വിർട്ട് മാനേജർ എന്ന് പറഞ്ഞിട്ട്. അത് GUI ആണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ 2 മെത്തേഡ്സ് വഴിയാണ് നമ്മൾ libvirt ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുകയോ സ്റ്റാർട്ട് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ മറ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുകയോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ libvirt എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ഫേസ് ഫോർ KVM ആണ്. നമുക്ക് KVM നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് libvirt ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ libvirtil ചെയ്യുന്നതിന് വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് പറഞ്ഞ പോലെ ഒന്നിൽ CLI അല്ലെങ്കിൽ GUI മെത്തേഡ്. അപ്പോൾ ഈ libvirt എപ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വിർച്വൽ മെഷീൻസ് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കണ്ടും മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഓക്കെ, പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബിഗിനേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു വിർച്വൽ മെഷീനും ഒരു കണ്ടെയ്നർ, അതായത് ഡോക്കർ പോലത്തെ ഒരു കണ്ടെയ്നർ സെറ്റപ്പും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഇത് ആക്ച്വലി നമ്മുടെ ഡോക്കറിൻ്റെ കോഴ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഒരു വിർച്വൽ മെഷീൻ ആണെങ്കിൽ ആ ഒരു എൻറ്റയർ ഹാർഡ്വെയറിനെ ആണത് വിർച്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു കേണൽ ഉണ്ടായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും, നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കും, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഹെവിയാണ്, ബട്ട് ടോട്ടലി ഒരു ഹെവി ആണെങ്കിലും ബട്ട് ഇറ്റ് ഈസ് ടോട്ടലി ഐസൊലേറ്റഡ് ആയിരിക്കും. ഓക്കെ, മറ്റ് ഷെയറിങ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ടോട്ടലി ഐസൊലേറ്റഡ് ആയിരിക്കും, ഹെവിയാണ് പക്ഷേ ഐസൊലേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് കണ്ടെയ്നറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഷെയർസ് ദ ഹോസ്റ്റ് കേണലാണ്. അപ്പോൾ ഒരു ഹോസ്റ്റ് കേണലേ ഉണ്ടായിരിക്കുള്ളൂ. അതുതന്നെയാണ് എല്ലാ കണ്ടെയ്നേഴ്സും കൂടെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് വെരി മച്ച് ലൈറ്ററും ഫാസ്റ്ററും ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റർ ആയിരിക്കും, ലൈറ്റർ ആയിരിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VMസിനെ നമുക്ക് ഒരു ഫുൾ ഹൗസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓരോ വിർച്വൽ മെഷീനെ ഒരു ഫുൾ ഹൗസായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെയുള്ള ഡിഫറെൻറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കണ്ടെയ്നേഴ്സ്. അപ്പോൾ അതാണ് ബേസിക് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പം അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പം
തമ്മിലുള്ള ആ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്തുള്ള തന്നെ ഒരു ഷെയറിങ് ദ സെയിം വാളാണ്, ബട്ട് ലിവിങ് സ്പേസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ പറഞ്ഞ ഒരു ഹോൾ വിർച്വൽ മെഷീനും കണ്ടെയ്നറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ യൂസ് കേസ് അനുസരിച്ചിട്ട് ഏത് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡോക്കറിൻ്റെ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ KVM ഉപയോഗിച്ചിട്ട് ഒരു VM ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ QEMU അല്ലെങ്കിൽ വിർട്ട് മാനേജർ ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട VMൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ എത്ര റാം വേണം, എത്ര നമ്പർ ഓഫ് CPUs വേണം, ഏത് ഡിസ്ക് ഇമേജ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് OS ഇമേജ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഈ QEMU, ഞാൻ ആദ്യം പറഞ്ഞൊരു ഫയലുണ്ട്, നിങ്ങൾക്ക് ബാക്കിലുള്ള സ്ലൈഡ്സ് നോക്കിയാൽ മനസ്സിലാവും. /dev/kvm എന്ന് പറഞ്ഞൊരു ഫയൽ ഓപ്പൺ ചെയ്യും. എന്തിനാണ് ഓപ്പൺ ചെയ്യുന്നത്? കേണൽ അസിസ്റ്റൻസ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ അനുസരിച്ച് പിന്നീട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേണലിനടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. കെമു ഓപ്പൺ ചെയ്യും. /dev/kvm എന്ന് പറഞ്ഞ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. എന്നിട്ട് സ്റ്റെപ്പ് 3ൽ ഈ KVM എന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന കോൺഫിഗറേഷൻ ഫയൽ അനുസരിച്ചിട്ടുള്ള മെമ്മറിയും CPUയും ഈ കാര്യങ്ങളെല്ലാം അത് റിസർവ് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റെപ്പ് 4ൽ സംഭവിക്കുന്നത് ഗസ്റ്റ് OS ബൂട്ട് ആവുകയും എന്നിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ്ലി നമ്മുടെ ഈ ബേസിക്കലി ഉള്ള ആ ഒരു ഹാർഡ്വെയർ നമ്മുടെ ബേസിക് മെഷീനിൽ അത് ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും, ആ CPU ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഗസ്റ്റ് OS ബൂട്ടായിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ഗസ്റ്റ് OS ബൂട്ടായി അതിൻ്റെ CPU ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ റിയൽ ഹാർഡ്വെയറിൽ റണ്ണായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ആ VM അപ്പായിട്ട് റണ്ണാവും. അപ്പോൾ ഇത്രയാണ് ടോട്ടലായിട്ടുള്ളൊരു 5 സ്റ്റെപ്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ മില്ലി സെക്കൻഡ്സിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് മെമ്മറി വിർച്വലൈസേഷനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം ബ്രീഫായിട്ട്. ഓരോ VMസിനും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് നോക്കാം, കോൺഫ്ലിക്റ്റ് വരാതെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് KVM യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻഡഡ് പേജ് ടേബിൾസ് അല്ലെങ്കിൽ EPT എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് ഇൻറ്റൽ CPUസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ നെസ്റ്റഡ് പേജ് ടേബിൾസ് അല്ലെങ്കിൽ NPT എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് AMD CPUസിൽ KVM യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ 2 ലെയേഴ്സ് ഓഫ് മെമ്മറി ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് OS എപ്പോഴും വിചാരിക്കുന്നത് അതിന് കിട്ടിയിരിക്കുന്നത് ആക്ച്വൽ ഫിസിക്കൽ മെമ്മറി തന്നെയാണ് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നതെന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ KVM ഇതിനെ ഒരു ട്രാൻസ്പെറൻറ്റ് ലെയറായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ മെമ്മറി ആയിട്ട് ഒരു ട്രാൻസ്ലേഷൻ ഇവിടെ നടക്കും, ഒരു ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്ലേഷൻ. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെമ്മറി ട്രാൻസ്ലേഷൻ നമ്മുടെ CPU ഹാർഡ്വെയർ വളരെ സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. CPU അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന CPU ഏതാണോ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള CPU ആണെങ്കിൽ അത്രയും സ്മൂത്ത് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ VMസിനും എല്ലാ വിർച്വൽ മെഷീൻസിനും സ്റ്റോറേജ് ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു KVM കോൺസെപ്റ്റിൽ ഈ പറഞ്ഞ വിർച്വൽ മെഷീനിൻ്റെ സ്റ്റോറേജ് ഡിസ്ക് നമ്മുടെ ആക്ച്വൽ ഡിസ്കിൽ, അതായത് നമ്മുടെ ഹോസ്റ്റ് OSൻ്റെ ഡിസ്കിൽ ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് QCOW2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിർച്വൽ മെഷീനിൽ എത്രത്തോളം ആക്ച്വൽ സ്പേസ് ആവശ്യമുള്ളൂ അത്രയും സ്പേസ് മാത്രമേ ഇതിൻ്റെ ഫയല് നമ്മുടെ ഹോസ്റ്റ് OSൽ എടുക്കുകയുള്ളൂ, ഈ ഒരു ഫയൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോർമാറ്റിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്നാപ്ഷോട്ട്സ് എടുക്കുന്നതും പോസിബിളാണ്. മറ്റ് 2 ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റോ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റാണ്, അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. പിന്നീടുള്ളത് VMDK വിർച്വൽ മെഷീൻ VMwareൻ്റെ ഫോർമാറ്റാണിത്, VMDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഡിസ്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് QEMU-IMG എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി. ഈ ഒരു യൂട്ടിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് VMs എങ്ങനെയാണ് നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. ബേസിക്കലി 3 ടൈപ്പാണുള്ളത്. ഒന്ന് NAT മോഡ്, പിന്നൊന്ന് ബ്രിഡ്ജ്, പിന്നൊന്ന് ഹോസ്റ്റ് ഒൺലി മോഡ്. അപ്പോൾ ഈ NAT മോഡിലാണെങ്കിൽ VMന് വിർച്വൽ മെഷീൻ ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നത് അതിൻ്റെ ഹോസ്റ്റ് OSൽ നിന്ന് തന്നെ ആയിരിക്കും
ഒരു അതിൽ നിന്ന് നാറ്റ് ചെയ്തിട്ടായിരിക്കും ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നത്. ഇനി ബ്രിഡ്ജ് മോഡിലാണെങ്കിൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു IP കിട്ടും. മറ്റേതുപോലെ നാറ്റ് ചെയ്തിട്ട് ഹോസ്റ്റ് OS നല്ല കിട്ടുന്നത്, മറിച്ച് ഇതിൻ്റേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് IP നെറ്റ്വർക്കിൽ നിന്ന് തന്നെ അസൈനായി കിട്ടും. ഒരു റിയൽ കമ്പ്യൂട്ടർ നമ്മൾ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു IP അസൈനായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നത്, അതുപോലെ ആയിരിക്കും ബ്രിഡ്ജ് മോഡിൽ ഈ വിർച്വൽ മെഷീന് IP കിട്ടിയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നത്. ഇനി ഹോസ്റ്റ് ഒൺലി മോഡാണെങ്കിൽ വിർച്വൽ മെഷീന് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുകയില്ല. പകരം ഇതിനകത്തുള്ള ഈ നെറ്റ്വർക്കിനകത്തുള്ള ഹോസ്റ്റുകൾ തമ്മിൽ മാത്രം, വിർച്വൽ മെഷീൻസ് തമ്മിൽ മാത്രമേ ആക്സസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് ഹോസ്റ്റ് ഒൺലി മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നതിനും എക്സ്പെരിമെൻറ്റേഷനും ഡെവലപ്മെൻറ്റ് വർക്ക്സിനും എല്ലാം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു നാറ്റ് മോഡ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് വിർഷ് നോക്കാം. വിർഷിൻ്റെ അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഫോർ KVM ആണ് വിർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് കണ്ടതുപോലെ. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ്സ് എന്തൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ വിർഷ് ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വിർച്വൽ മെഷീൻസും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇനി വിർഷ് സ്റ്റാർട്ട്, നമ്മുടെ വിർച്വൽ മെഷീൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ വിർച്വൽ മെഷീന് സ്റ്റാർട്ടാവും, ബൂട്ട് ചെയ്തിട്ട് അത് സ്റ്റാർട്ടായി വരും. ഇനി അതുപോലെ ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ വിർഷ് ഷട്ട് ഡൗൺ നമ്മുടെ VMൻ്റെ പേര് കൊടുക്കുക. പിന്നെ നമുക്ക് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡാണ് വിർഷ് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമാൻഡുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ വിർച്വൽ മെഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് വിർഷ് ഡോം ഇൻഫോ. നമ്മുടെ വിർച്വൽ മെഷീൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് കമാൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്ത് ശീലമുള്ളവരാണെങ്കിലും കമാൻഡ് ലൈൻസിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വിർഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കമാൻഡ്സ് ഉണ്ട്. വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് വിർച്വൽ മെഷീൻസ് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടൂൾ ഉപയോഗിക്കാതെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമാൻഡ് ലൈൻ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല, കമാൻഡ് ലൈൻസ് ഒന്നും ഉപയോഗിച്ച് ഒരു ശീലമില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇതിനൊരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടൂളും ഉണ്ട്. അതാണ് വിർട്ട് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കമാൻഡ് ലൈൻസിലൊന്നും ടച്ച് ചെയ്യേ വേണ്ട. വിർച്വൽ മെഷീൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, പോസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വിർച്വൽ മെഷീൻസിൻ്റെ യൂസേജ് അറിയാൻ പറ്റും, CPU RAM യൂസേജ്, ഈ നെറ്റ്വർക്കിംഗ് മാനേജ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും സ്റ്റോറേജ്, എല്ലാ കാര്യങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഗ്രാഫിക്കലി അങ്ങ് ചെയ്യാം. വിർട്ട് മാനേജർ അൾട്ടിമേറ്റ്ലി കണക്ട് ചെയ്യുന്നത് API കോൾസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് libvirt തന്നെയാണ്. libvirt എന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് KVMന് സെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, നമ്മൾ കമാൻഡ് ലൈനിൽ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് കിട്ടുമെന്നുള്ളത് മാത്രമേ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിയൽ വേൾഡിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലൗഡ് പ്രൊവൈഡറിൽ, ഇപ്പോൾ AWS ആയിരുന്നാലും അഷൂറിലായിരുന്നാലും ഗൂഗിൾ ക്ലൗഡിലായിരുന്നെങ്കിൽ നിങ്ങളൊരു വിർച്വൽ മെഷീന് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നത്, ഇപ്പോൾ AWSൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ AWS യൂസ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള നൈട്രോ എന്ന് പറയുന്ന ഒരു വിർച്വലൈസേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ഈ നൈട്രോ അൾട്ടിമേറ്റ്ലി ബിൽഡ് ചെയ്തിരിക്കുന്ന അണ്ടർ ദ ഹുഡ് അതിലും വർക്ക് ചെയ്യുന്നത് KVM തന്നെയാണ്. ഓക്കെ, ഇനി ഗൂഗിൾ ക്ലൗഡ് ആണെങ്കിലോ നേറ്റീവായിട്ട് KVM തന്നെയാണ് അറ്റ് ദ കോർ വർക്ക് ചെയ്യുന്നത്. വേറെ ഒന്നും നൈട്രോ പോലുള്ള ഒരു സംഭവങ്ങൾ അവർ ബിൽഡ് ചെയ്തിട്ടില്ല, KVM തന്നെ ഡയറക്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അഷൂർ ആണെങ്കിൽ കസ്റ്റമാണ്, ഒരു കസ്റ്റം ക്ലൗഡ് വിർച്വലൈസേഷൻ എൻവയോൺമെൻ്റ് ആണ് വർക്ക് ചെയ്യുന്നത്, അതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതും അൾട്ടിമേറ്റ്ലി അണ്ടർ ദ ഹുഡ് വർക്ക് ചെയ്യുന്നത് KVM തന്നെയാണ്. ഇനി നമുക്ക് KVM-ഉം മറ്റുള്ള ഹൈപ്പർവൈസേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് നോക്കാം, പല കാറ്റഗറീസിലും വരുന്ന. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിലൊരു എൻ്റർപ്രൈസ് ലെവൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VMware ആണ്. പക്ഷേ അത് സൂപ്പർ പ്രൈസിയാണ്, വളരെയധികം പ്രൈസ് കൂടുതലാണ്. പിന്നെ ഉള്ളതാണ് Hyper-V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ Hyper-V ഒരു വിൻഡോസ് എൻവയോൺമെൻറ്റിലാണ് നിങ്ങളുടെ ബാക്കി സ്റ്റാക്ക് എല്ലാം ഉള്ളത്, ആ ഒരു വിൻഡോസ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ ഇത് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് Hyper-V യൂസ് ചെയ്യുക എന്നുള്ളത്. അത് വിൻഡോസ് ലൈസൻസിൽ കൂടെ വരുന്നതാണ് Hyper-V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിൻഡോസ് എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി KVMൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലോ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ലിനക്സ് കേണലിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ക്ലൗഡ് കമ്പനീസും വിർച്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് KVM ആണ്. ലിനക്സ് എൻവയോൺമെൻറ്റ്സിനും ക്ലൗഡ് വർക്ക് ലോഡ്സിനും എല്ലാം ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. മറ്റൊരു ഡൗട്ടും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പർവൈസർ ടെക്നോളജിയാണ് KVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു കോഴ്സും തന്നെ നിങ്ങൾക്ക് KVM യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നില്ല, അത് ഓപ്പൺ സോഴ്സും ആണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് കെ വി എമ്മിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ സെഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് പ്രാക്ടിക്കൽ സെഷനിൽ കാണാം.